ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയരെ, ഇന്ന് തിരുസഭ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളാണ്. പല ആവർത്തി വായിച്ചിട്ടും ധ്യാനിച്ചിട്ടും ഉള്ള നല്ല തിരുവചന ഭാഗമാണ്. നമുക്കൊത്തിരി ഇഷ്ടമുള്ള വചനഭാഗമാണ്. നല്ല ഇടയൻ്റെ കഥ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കും. ഈ നല്ല ഇടയൻ്റെ ധ്യാന വിചിന്തനമാണല്ലോ നമ്മൾ ഈ കാലഘട്ടത്തിലെല്ലാം നടത്തുക. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുളി ചെയ്തുകൊണ്ട് കാൽവരി കുരിശിൽ തൻ്റെ ജീവനെ മനുഷ്യകുലത്തിന് വേണ്ടി അർപ്പിച്ച നല്ല ഇടയൻ്റെ കഥ എല്ലാ മനുഷ്യഹൃദയങ്ങളെയും ഏറെ സ്പർശിക്കുന്നതാണ്. ഈ നോമ്പിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ വചനഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ രംഗമുണ്ട്. അതിതാണ്: ചെന്നായ്ക്കൾ വന്ന് ആടുകളെ ഓടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്തു എന്നുള്ളതാണ്. നല്ലിടയൻ്റെ കഥ അവിടെ നമുക്ക് നിർത്താം. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇതാണ്: ചെന്നായ്ക്കളുടെ മനോഭാവത്തോടെ ജീവിക്കുന്ന ചില മനുഷ്യർ, കൂടെയുള്ളവരെ ഓടിക്കാനും ചിതറിച്ചു കളയാനും ശ്രമിക്കുന്ന ചില മനുഷ്യകുലത്തിൻ്റെ രൂപമാണ് നമുക്കൊക്കെ ഉള്ളത്. ഈ കാൽവരി യാത്രയിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഈ നല്ല ഇടയൻ്റെ രൂപത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന, അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, കൂട്ടായ്മയ്ക്ക് ഭംഗം വരുത്തുന്ന, മനുഷ്യകുലത്തെ എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ചെന്നായ്ക്കളുടെ രൂപമാണ് നമുക്കൊക്കെ. അവിടെയാണ് ഒരു നല്ല ഇടയൻ്റെ റോള് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഇടയനെക്കുറിച്ച് ചരിത്രം എങ്ങനെ പറയുക? പണ്ടുകാലത്ത് ആടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആ ആടുകൾക്ക് വേണ്ടി കാവൽ കിടക്കുന്നതാണ് ഇടയൻ. ഒരു ഇടയനെ കണ്ടെത്തുക അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇടയൻ്റെ ദൗത്യം ഈ ആടുകളോടൊപ്പം നടക്കുക എന്നുള്ളതാണ്. നടന്നാൽ മാത്രം പോരാ, ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആടുകളെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ സന്ധ്യാസമയങ്ങളിൽ ഗുഹയ്ക്കുള്ളിലാണ് ഈ ആടുകളെ വിശ്രമിപ്പിക്കാനായിട്ട് കയറ്റുക. അങ്ങനെ വിശ്രമിക്കാനായിട്ട് കയറ്റി കഴിയുമ്പോൾ ഈ ഗുഹയുടെ വാതിലായി കിടക്കേണ്ട ധർമ്മമാണ് ആ ഇടയനുള്ളത്. അങ്ങനെ ഒരു ഇടയനെ കണ്ടെത്തുക അതത്ര എളുപ്പമല്ല. കാരണം ഈ ഇടയനെ പേടിയുണ്ട്. കാരണം ചെന്നായ്ക്കൾ ഈ ആടുകളെ പിടിക്കാൻ വരുമ്പോൾ ആദ്യം പിടിക്കുക ഒരുപക്ഷെ ഇടയനെയാണ്. അതുകൊണ്ട് പേടിയുള്ള ഇടയന്മാരൊക്കെ മാറിക്കിടക്കും. അങ്ങനെ ആടുകൾക്ക് വാതിലാകാതെ കിടക്കുന്ന ഇടയന്മാരൊന്നും നല്ല ഇടയന്മാരല്ല. അതുകൊണ്ട് തന്നെ ഒരു മുതലാളിയുടെ, ഒരു ഉടമസ്ഥൻ്റെ ഏറ്റവും വലിയ ദൗത്യം നല്ല ഇടയനെ കണ്ടെത്തുക എന്നുള്ളത്. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പാകത്തിന് വാതിലായി കിടക്കുന്ന ഒരു ഇടയനെ കണ്ടെത്തുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു നല്ല ഇടയനെ കണ്ടെത്തി കഴിയുമ്പോൾ ആ ഉടമസ്ഥനുണ്ടാകുന്ന വലിയൊരു അഭിമാനമുണ്ട്. ഇതുതന്നെയാണ് കാൽവരി കുരിശിൽ നമ്മൾ കേൾക്കുന്ന മനോഹരമായ രംഗം. കർത്താവേ, പിതാവേ, അപ്പാ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് കാൽവരി കുരിശിൽ പിതാവായ ദൈവം കേട്ട സ്വരം ഇതാണ്: മകൻ്റെ, അപ്പാ, എല്ലാം പൂർത്തിയായി. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ കാവലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയൊരു ബലിമൃഗവും ഈ ഭൂമിയിൽ ബലിയർപ്പിക്കാനില്ല. ഇനി ആരും സ്വന്തം ജീവിതത്തെ ബലി കൊടുക്കേണ്ടതില്ല. ഇനിയൊരു ചെന്നായ്ക്കളും മനുഷ്യകുലത്തെ പിടിക്കാനില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ അപ്പമായി തീർന്നിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ രക്തം വീർത്തിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി എന്നേക്കുമായി ഞാൻ കാവലാക്കി മാറിയിരിക്കുന്നു. ഇതാണ് എല്ലാം പൂർത്തിയായി എന്നതിൻ്റെ രംഗം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ചില ആടുകളില്ലേ? ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, കൂടപ്പിറപ്പുകളാകാം, സഹോദരങ്ങളാകാം, അജഗണമാകാം, ആരുമാകട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ഒടുവിലായി നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ മനോഹരമായി എൻ്റെ ദൗത്യം പൂർത്തിയാക്കി. ഇനി എന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ഞാൻ മനോഹരമാക്കി പൂർത്തിയാക്കി. എന്നെ ഏൽപ്പിച്ചിരുന്ന ഭാര്യയെ ഞാൻ സുരക്ഷിതമാക്കി, ഞാൻ വളർത്തി വലുതാക്കി. എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ സുരക്ഷിതമാക്കി ജീവിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൗത്യമാണ് ഓരോ ക്രിസ്തു മക്കൾക്കുള്ളത്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ചെന്നായ്ക്കുള്ള മനസ്സുമായി ചിതറിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, നശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും കുടുംബത്തിൽ ശിഥിലമാക്കി കളയല്ലേ നമ്മൾ. അയൽവക്ക ബന്ധങ്ങൾ, ബന്ധുമിത്രാദികൾ, ജീവിത പങ്കാളി, മക്കൾ എല്ലാവരും ചിതറിക്കുന്ന ചെന്നായ്ക്കളുടെ രൂപമാക്കി ഇന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഈ നല്ല ഇടയൻ്റെ റോള് നമുക്ക് അനിവാര്യമായി തീരുക. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് നോമ്പ് ഉപവാസമൊക്കെ എടുക്കാൻ എളുപ്പം. പക്ഷേ കൂട്ടായ്മയുടെ ഹൃദയം, ഐക്യത്തിൻ്റെ ഹൃദയം, അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ.
പരിശുദ്ധാത്മാവില്ലാത്തവർക്കൊന്നും ഐക്യം ഉണ്ടാകില്ല, സ്നേഹം ഉണ്ടാകില്ല, കൂട്ടായ്മ ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ കൂട്ടായ്മയാണ് വലിയ ബലമായി മാറുക. അല്ലാത്തതെല്ലാം ചിതറിക്കപ്പെടുമെന്നാണ്. യേശുവിൻ്റെ കാൽവരിയുടെ ചുവട്ടിൽ നിന്ന് അനേക മനുഷ്യരെങ്ങനെയാണ് പറഞ്ഞത്? ഇവൻ നീതിമാനായിരുന്നു. തിരിച്ചറിഞ്ഞതുണ്ടോ? അതുവരെ ആ സമൂഹത്തെ ചിതറിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ആ നീതിമാനെ തിരിച്ചറിയുകയാണ്. കാൽവരിയിൽ ചങ്ക് പൊട്ടി മുറിഞ്ഞു കിടക്കുന്ന നീതിമാനെ. അത് ആത്മാവിൻ്റെ അഭിഷേകമാണ്. ഈ ചിതറിക്കപ്പെട്ട മനുഷ്യരെല്ലാം ഈ കാൽവരി കുരിശിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, ചിതറിക്കപ്പെട്ട മനുഷ്യകുലത്തെ എല്ലാം ഒന്നാക്കുവാൻ വേണ്ടി യേശുവാകുന്ന നല്ല ഇടയനിൽ ആത്മാവുണ്ടായിരുന്നു എന്നതിൽ നമുക്ക് സംശയമില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതവും ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നതാകട്ടെ, ചിതറിക്കുന്നതാകാതെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരും ഒരുമിപ്പിക്കുന്ന കൂട്ടായ്മയുടെ നല്ല വ്യക്തി ജീവിതങ്ങളായി തീരുവാൻ കർത്താവേ കൃപയേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.